വലിയ പോരാട്ടം നടക്കുന്ന കൊച്ചി കോർപ്പറേഷനിലെ സ്റ്റേഡിയം വാർഡിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഇത്തവണ രണ്ടാം വട്ടം ഒരു പോരാട്ടത്തിന് കൂടെ ഇവിടെ ഇറങ്ങുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. എത്തരത്തിലാണ് ഇത്തവണ പ്രചരണം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ എത്തരത്തിലുള്ള പ്രചരണ വിഷയങ്ങളാണ് കോൺഗ്രസും പ്രത്യേകിച്ച് UDFും ഏറ്റെടുത്തിരിക്കുന്നത്? ഞങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നഗരത്തിൽ ഭരണം പിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഏക മനസ്സോടെ മുമ്പോട്ട് പോവുകയാണ്. ഇപ്രാവശ്യം UDFന് വലിയ വിജയമായിരിക്കും ഉണ്ടാകുക, വലിയ ഭൂരിപക്ഷമായിരിക്കും ഉണ്ടാവുക. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDFൻ്റെ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ വെള്ളക്കെട്ട് ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൊച്ചി നഗരം ഇപ്രാവശ്യം UDFന് വലിയ ഭൂരിപക്ഷം നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വീണ്ടും രണ്ടാമതൊരു അവസരം കൂടെ വന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൗൺസിലറായിരുന്നു. ഇത്തവണ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു മത്സരത്തെ, ഈ ഒരു വാർഡിലെ മത്സരത്തെ എങ്ങനെ കാണുന്നു? എൻ്റെ വാർഡിലെ മത്സരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു വാർഡാണ്. അതിലുപരിയായിട്ട് കൊച്ചി നഗരത്തിന് മൊത്തത്തിൽ ഇപ്പോൾ നിലവിലുണ്ടാകുന്ന ചില വിഷയങ്ങൾ, ഇന്ന് തന്നെ കൊച്ചിയിൽ ഒരു മധ്യവയസ്കനെ പട്ടി കടിച്ച അതിദാരുണമായി ആശുപത്രിയിലാക്കിയിരിക്കുന്നു. അത്തരം വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല. പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പദ്ധതികളെല്ലാം UDFൻ്റെ ഭരണസമിതി ശ്രീ ടോണി ചമ്മണി ഇരിക്കുന്ന കാലത്ത് സ്മാർട്ട് സിറ്റി ആകുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങി വെച്ച ചില പദ്ധതികൾ മാത്രമാണ് ഇപ്പോഴും നടപ്പിലാക്കുന്നത്. അല്ലാതെ പുതിയതായ ഒരു പദ്ധതിയും കഴിഞ്ഞ 5 വർഷക്കാലം LDFൻ്റെ ഭരണസമിതി നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ UDF ഉയർത്തി കാണിക്കും. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് വളരെ പ്രബുദ്ധരായ ജനങ്ങളാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാവുന്ന ജനങ്ങളാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഗ്ലോബൽ മാപ്പിങ്ങിൽ കൊച്ചി എന്ന് പറയുന്ന നഗരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുക, ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുക. എല്ലായിടത്തും വിമതരും ആ ഒരു പ്രശ്നമുണ്ട്, കൊച്ചിയിലുമുണ്ട്, പല വാർഡുകളിലും വിമതരുടെ ഒരു വിഷയമൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് എത്രത്തോളം ഒരു മാർജിൻ ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിമതരെന്ന് പറയുന്നത് അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അത് കോൺഗ്രസ്സിന് മാത്രമല്ല ഉള്ളത്. CPMന് വിമതരുണ്ട്. ഇപ്പോഴത്തെ കൊച്ചിയിൽ തന്നെ നിരവധി വിമതരുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുണ്ടായ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അത്തരം വിഷയങ്ങളൊന്നും കാര്യമായി ഇപ്രാവശ്യം കോൺഗ്രസ്സിനുണ്ടാവില്ല, UDFനുണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ.